ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്കുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഇന്നിവിടെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമല്ലോ, ഹെന്ന മിക്സ് നമ്മൾ വാങ്ങാറുണ്ട്. ബ്ലാക്ക് ഹെന്നൻ്റെ മിക്സ് വാങ്ങാറുണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ ഹെന്നൻ്റെയൊക്കെ മിക്സ് നമുക്ക് കടയിൽ കിട്ടാറുണ്ട്. പല കമ്പനീസിൻ്റെ ഐറ്റം വരാറുണ്ട്. അപ്പം നമ്മൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഇന്നൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കതിന് വേണ്ടത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ഒരു ഹെന്നൻ്റെ പാക്കാണ്. അത് ഏത് കമ്പനി വേണമെങ്കിൽ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് കംഫേർട്ട് എന്ന് വെച്ചാൽ അത് നിങ്ങൾ വാങ്ങുമല്ലോ. അപ്പോൾ അത് എടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ബൗളാണ്. നമുക്ക് ഹെന്ന ചെയ്യുമ്പോൾ എപ്പോഴും അതിനായിട്ടൊരു ബൗൾ നമ്മൾ വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രഷ് കേട്ടോ. ഇതാണ്ടോ, ഏതെങ്കിലും ഒരു ബ്രഷ്, കടയിൽ ഇതുപോലുള്ളൊരു ബ്രഷ് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് അതിന് മാത്രമായിട്ട് ഹെന്ന ചെയ്യാൻ മാത്രമായിട്ട് നമ്മൾ വെക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ടൻ്റെ വെള്ള നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ട പ്രോട്ടീനാണ്, അറിയാലോ. അപ്പോൾ മുട്ടൻ്റെ വെള്ള യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ, നമുക്ക് മുടിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കണ്ടില്ലേ, മുരിങ്ങയിലയാണ് കേട്ടോ. ഒരു പിടി മുരിങ്ങയിലതാ, ഇത്രയേ എടുത്തിട്ടുള്ളൂ, ഒരു പിടി മുരിങ്ങയില. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങൻ്റെ പാതി, അതിൻ്റെ നീര് മാത്രം നമുക്ക് മതിയാവും കേട്ടോ. എത്ര വലിയ ഹെയർ ആണെങ്കിലും നീളമുള്ള ഹെയർ ആണെങ്കിലും ഒക്കെ നമുക്ക് ഇത് ഇത്ര മതിയാവും. കാരണം ചെറുനാരങ്ങ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാൻ പാടില്ല മുടിയിൽ. പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ്ടോ കറിവേപ്പില. കറിവേപ്പില നമുക്ക് ഒരു 4-5 തണ്ടൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. നല്ലതാണ് കറിവേപ്പില, മുടി കറുക്കാനും ഒക്കെ നല്ലതാണ്. നല്ല കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് കറിവേപ്പിലൻ്റെ നീരൊക്കെ യൂസ് ചെയ്താൽ നല്ലതാണ്. അതിപ്പോൾ ഹെന്നയിൽ മാത്രമല്ല, അല്ലാതെ തന്നെ നമ്മൾ യൂസ് ചെയ്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറിവേപ്പിലയും മുരിങ്ങയും കൂടി അരച്ചെടുത്ത നീരിത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുരിങ്ങയും കറിവേപ്പിലയും കൂടെ അരയ്ക്കാനായിട്ട് ഞാനിവിടെ വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുരിങ്ങയും കറിവേപ്പിലയും കൂടി അരയ്ക്കാനായിട്ട് ചായപ്പൊടിൻ്റെ വെള്ളം, ചായപ്പൊടി തിളപ്പിച്ച വെള്ളം നമ്മൾ യൂസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അതുപോലെ തന്നെ കാപ്പിപ്പൊടി തിളപ്പിച്ച വെള്ളമൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇത് അരയ്ക്കാം. ഞാനിത് പച്ചവെള്ളമല്ല, തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് ഇത് അരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കും. ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ബൗൾ എടുക്കുക. അതിലോട്ട് നമുക്ക് നമ്മൾ വാങ്ങിയ ഹെന്ന അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നമ്മുടെ മുടിക്ക് ആവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ ഏകദേശം നമ്മുടെ മുടിക്ക് ലെങ്ത്തിനനുസരിച്ചിട്ട് എത്ര വേണം എന്നുള്ളത് അറിയാലോ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നോർമൽ ഹെന്നൻ്റെ പൗഡറാണ്. ഇപ്പോൾ മൈലാഞ്ചി ഉണക്കി പൊടിച്ച ആളുകളുണ്ടെങ്കിൽ ഇതും ഇങ്ങനെ യൂസ് ചെയ്യുക കേട്ടോ. അതിലും ഇതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സ് തന്നെ ചെയ്യാം നമുക്ക്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പിലയും അതുപോലെ തന്നെ മുരിങ്ങയിലയും മുടി വളരാൻ രണ്ടും നല്ലതാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കരുത്. ഒരുപാട് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മളത് ഫേസിലൂടെയൊക്കെ ഇങ്ങനെ ഒഴുകി വരും. പിന്നെ അവിടെ കളർ ചേഞ്ച് ആവും. കുറച്ച് തിക്കായിട്ട് തന്നെ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ആവണം ഇത്. മൈലാഞ്ചി ഇല നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. കാരണം മൈലാഞ്ചിൻ്റെ ഇലയാവുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അത് കുറച്ചുകൂടി നാച്ചുറൽ അല്ലേ, അപ്പോൾ നമുക്ക് അതാണ് നല്ലത്. അല്ല, ഇനി അത് ഇല്ല എന്നുള്ളവരാണെങ്കിൽ ഇങ്ങനെ മിക്സ് യൂസ് ചെയ്യുന്നവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. മുടി നന്നായി വളരാൻ സഹായിക്കും. ഇത് നമുക്ക് 2 വീക്സിലൊരിക്കൽ ചെയ്യാം. മന്ത്ലി ട്വൈസ് ചെയ്യാം കേട്ടോ. 2 തവണ മാസത്തിൽ ചെയ്താൽ നല്ലതാണ്. ഇതിലിപ്പോൾ നമുക്ക് കറിവേപ്പിലൻ്റെയും
അതുപോലെ തന്നെ മുരിങ്ങയിലൻ്റെയും ഒക്കെ ആ ഒരു ഇത് കിട്ടുമല്ലോ. നമ്മൾ ചായപ്പൊടിൻ്റെ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ഈ മുരിങ്ങയിലയും കറിവേപ്പിലയും കൂടി അരച്ചാൽ നല്ലതാണ് കേട്ടോ. നമുക്കിപ്പോൾ പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൊരു ചായപ്പൊടി വെള്ളം തിളപ്പിച്ച് അത് ആറാനൊക്കെ വെക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം, അയ്യോ ഇതൊരു റിസ്ക്കാണെന്ന് തോന്നുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരച്ചിട്ട് അതിന് ശേഷം അരിച്ചെടുക്കുക. അതുപോലെ അരിപ്പ എപ്പോഴും ശ്രദ്ധിക്കണം, നമുക്ക് ഇതിനു വേണ്ടി മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അരിപ്പ നമ്മൾ ചായ വയ്ക്കുന്ന അരിപ്പയൊന്നും ഇതിൽ യൂസ് ചെയ്യരുത്. നമ്മൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് അരിക്കാനൊരു അരിപ്പ എടുത്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ബ്ലീച്ച് ചെയ്യാൻ എടുക്കുന്ന ബൗള് ഇതിനെടുക്കരുത് കേട്ടോ. നമ്മുടെ ബ്ലീച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എടുക്കുന്ന ബൗളും ബ്രഷും അത് ഇതിലെടുക്കാൻ പാടില്ല. ഇത് ഏകദേശം ഇത്ര മതിയാവും കേട്ടോ. അതാ കണ്ടില്ലേ, അങ്ങനൊരു നോർമൽ കുറച്ച് നമ്മൾ തലയോട്ടിയിലല്ലേ ഇത് കൂടുതലും നമ്മൾ അപ്ലൈ ചെയ്യുക, മുടിയിലോട്ട് നമ്മൾ അധികം ഇത് ചെയ്യില്ലല്ലോ. ബാക്കി ഉണ്ടെങ്കിൽ മാത്രം മുടിയിലോട്ടൊന്ന് ചെയ്ത് കൊടുക്കാം, ചെയ്താൽ നല്ലതാണ് കേട്ടോ. നമ്മൾ ഹെന്ന ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചിട്ട് ചിലർ തലയോട്ടിയിൽ മാത്രം ഈ നരയുള്ള ഭാഗത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഈ തലയോട്ടിയിലൊക്കെ അപ്ലൈ ചെയ്യും, ഹെയറിൽ ഫുൾ അപ്ലൈ ചെയ്യുന്നവരും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആവശ്യം വരും, എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നനുസരിച്ചിട്ട് ഒന്ന് എടുക്കുക കേട്ടോ. ഇനി നമുക്കിപ്പോൾ വെള്ളം ഏകദേശം എന്താണ്ടോ ഈ ഒരു പരുവം ഓക്കെയാണ്. ഇനി നമുക്ക് നാരങ്ങ നീരൊന്ന് പിഴിഞ്ഞൊഴിക്കാം. ഒരു ചെറുനാരങ്ങൻ്റെ പാതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല നീരുള്ള ചെറുനാരങ്ങയാണ് കേട്ടോ. അത് പാതി തന്നെ ആവശ്യമില്ല, പാതി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ലൊരു മിക്സ് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മുട്ടൻ്റെ വെള്ള യൂസ് ചെയ്യാം. കണ്ടില്ലേ, ഞാനൊരു മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നാടൻ മുട്ടയുണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ല കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കത് ഒരു മുട്ടൻ്റെ വെള്ള യൂസ് ചെയ്തിട്ടുണ്ട്. മഞ്ഞ യൂസ് ചെയ്യണ്ട കേട്ടോ. മഞ്ഞ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്മെല്ല് ഉണ്ടാവും. യൂസ് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ ഒരു സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ്. കണ്ടില്ലേ, മുട്ടൻ്റെ വെള്ള ഇതിലോട്ടിട്ട് കൊടുത്തു. ഒരു മുട്ടൻ്റെ വെള്ള മതിയാവും. അതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാണ്ടോ, ഇപ്പം തന്നെ നമുക്ക് ഏകദേശം വെള്ളം കൂടുതലാവുന്ന പോലെ ഉണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്കിത് മനസ്സിലാവും. നന്നായി മിക്സ് ചെയ്ത് ഇത് കറക്റ്റാവും. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ മുരിങ്ങയിലയും കറിവേപ്പിലയും കൂടി അരിച്ചെടുക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് തിക്കായിട്ട് നമ്മൾ മിക്സ് ചെയ്താലും മതി. കാരണം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അപ്പോൾ നന്നായി ഒന്ന് തിക്കായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നാരങ്ങ നീരും അതുപോലെ തന്നെ മുട്ടൻ്റെ വെള്ളയും എഗ് വൈറ്റ്, അപ്പോൾ ഇത് രണ്ടും ഇതിൽ മിക്സ് ചെയ്യേണ്ടതാണ് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഒരുപാട് എന്താ പറയുക, എടുത്ത് വേസ്റ്റാക്കാത്ത രീതിയിൽ ഹെന്ന പൗഡർ യൂസ് ചെയ്യാൻ നോക്കാം നമുക്ക്. കാരണം മുടി എങ്ങനെയാണ്, നമ്മൾ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നനുസരിച്ചിട്ട് അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് മുടി വളരാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, വളരെ നല്ലതാണ്. ഇത് നമ്മൾ വീക്ക്ലി വൺസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ തണുപ്പ് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ വീക്ക്ലി വൺസ് ചെയ്യേണ്ട കാര്യമില്ല. മന്ത്ലി ട്വൈസ് ചെയ്താലും മതി, അല്ലെങ്കിൽ മന്ത്ലി വൺസ് ചെയ്താലും മതി. മുടി വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാറും. പിന്നെ നമ്മൾ ഇതിൽ നാരങ്ങ നീരും മുട്ടൻ്റെ വെള്ളയൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് താരൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതാ കണ്ടോ, നമ്മൾ ഈ ഒരു പരുവമാണ് വേണ്ടത് കേട്ടോ. അതാ കണ്ടില്ലേ, ഇതാ നമ്മൾ വെള്ളം പോലെ വരുന്നില്ല, കണ്ടില്ലേ, ഇതാ ഈ ഒരു പരുവത്തിൽ കറക്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ.
അപ്പോൾ എല്ലാവരും ഈ കടയിൽ നിന്ന് വാങ്ങുന്ന ഹെന്നയാണെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആവും. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ.